നിങ്ങൾ പനന്നുങ്ക് കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത്. ഒരിക്കൽ പഴനിക്ക് പോകുന്ന വഴിക്ക് ഇത് കണ്ടിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ആരും നിർത്തി തന്നില്ല. പിന്നെ ഭയങ്കര ആഗ്രഹമായി പനന്നുങ്ക് കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് റോഡരിയിൽ കണ്ടതാട്ടോ. അപ്പോൾ ഒരു ആവശ്യം കൊണ്ട് അതൊന്ന് വാങ്ങിക്കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഏട്ടൻ വാങ്ങി തന്നു കേട്ടോ. അവരാദ്യം ഞങ്ങൾക്ക് മുറിച്ചാൽ തന്നത്. ഞങ്ങൾ പറഞ്ഞു മുറിച്ചിട്ട് വേണ്ട, അതൊന്ന് ഫുള്ളായിട്ട് മതിയെന്ന് കേട്ടോ. ഈ ഒരെണ്ണത്തിന് 50 രൂപയാട്ടോ ഞങ്ങളുടെ നിന്ന് മേടിച്ചത്. എന്തായാലും സാരമില്ല, വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും മുറിക്കാന്ന് വിചാരിച്ച് അങ്ങനെ കത്തി എടുത്ത് മുറിക്കാൻ നോക്കിയപ്പോൾ ചെറിയൊരു ഇത് മുറിക്കാൻ ഇത്രയ്ക്കും പാടാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പാലക്കാടാണ് പനന്നുങ്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നമുക്ക് ഇവിടെ കാണുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെ വഴിയരികിൽ കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇത് വാങ്ങി കഴിക്കാറുമുണ്ട്. കത്തിക്ക് മുറിച്ചില്ലാത്തതാണോ അതോ ഇത് മുറിയാത്തതാണോ ഒന്നും അറിയില്ല. കുറേ നേരമായി പാവം കഷ്ടപ്പെടുന്നുണ്ട്. അവസാനം ഇതേ മുറിച്ച് അങ്ങ് എത്തിയിട്ടോ. ഇനി ഇത് എങ്ങനെ ഇളക്കിയെടുക്കുന്നതാണ് വിചാരം. കാരണം നമ്മൾ വാങ്ങിയ നൊങ്ക് കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം. അത് നല്ല ജെല്ലി ടൈപ്പ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ അത് കുത്തി എടുക്കാനാണ് ശ്രമിച്ചത്. അത് കുത്തി എടുത്താലും കഴിയില്ല. അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മുറിച്ചിട്ടാണ് നമ്മളത് എടുത്ത് കഴിച്ചത്. അങ്ങനെ ഫുള്ളായിട്ട് മുറിച്ചു കേട്ടോ. മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് കാണിച്ചു തരാവേ. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു തേങ്ങയുടെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയത് കേട്ടോ.